ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു D3 സോൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് പക്കൗഡയുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി പച്ചക്കുത്തുമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മളൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. അതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പച്ചക്കുത്ത് മണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കടലപ്പൊടി, പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി, ഒരു നുള്ളു കായംപൊടിയാണ് ആഡ് ചെയ്യണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ബജ്ജിക്കൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. അതിനുശേഷം നമുക്കിനി ബ്രെഡിൻ്റെ ഫില്ലിങ്സ് ചെയ്യാം. അതിന് 2 ബ്രെഡ് എടുക്കുക. ഒരു ബ്രെഡിൽ നമ്മൾ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പുറത്തെ ബ്രെഡിൽ നമ്മൾ ചെയ്ത് വെച്ച മസാലയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമുക്ക് പൊട്ടാറ്റോൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കുക. എന്നിട്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായ ഓയിലിൽ നമുക്കിത് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാച്ചാൽ ബ്രെഡ് നന്നായിട്ട് എണ്ണ വലിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പക്കൗഡയാണ്. വീട്ടിലെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കയറി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.